2024 CUET രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാനിതിൽ പറയാം. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET UG പ്രോഗ്രാമുകളുടെ 2024 രജിസ്ട്രേഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ ഓൺലൈനായിട്ട് മാത്രമാണ് രജിസ്ട്രേഷൻ ഉള്ളത്. ആ ഓൺലൈൻ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയം ഫെബ്രുവരി 27 തുടങ്ങി മാർച്ച് 26 വരെ ഒരു മാസത്തോളം സമയമുണ്ട്. ഈ മാർച്ച് 26-ാം തീയതി 11:50 PM രാത്രി 11:50 ആ സമയം അവസാനിക്കും. ഇനി അതിനുശേഷം കറക്റ്റ് ചെയ്യാൻ വേണ്ടി 26-ാം തീയതി രാത്രി അത് ക്ലോസ് ചെയ്താൽ 27 കഴിഞ്ഞ് 28 മാർച്ച് തുടങ്ങി 29 മാർച്ച് വരെ 29 മാർച്ച് രാത്രി 11:50 വരെ നിങ്ങൾക്ക് കറക്ഷൻ ഫെസിലിറ്റിയും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എങ്കിൽ കൂടി ഓൾമോസ്റ്റ് കറക്ഷനുള്ള സമയം അതാണ്. അപ്പോൾ നമ്മൾ കറക്ഷൻ വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ അപേക്ഷിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി തന്നെ ചെയ്യുക. ഇനി എക്സാമിൻ്റെ ഡേറ്റ് മെയ് 15 തുടങ്ങി മെയ് 31 വരെ പല ഷിഫ്റ്റുകളിലായിട്ടാണ്. അപ്പോൾ ആ ഡേറ്റ് കൺഫേം അല്ല, അതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. നിലവിൽ പറഞ്ഞിരിക്കുന്നത് 15 തുടങ്ങി മെയ് 31 വരെയുള്ള സമയത്തായിരിക്കും ആ ഷിഫ്റ്റുകൾ ഉണ്ടാവുക എന്നാണ്. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് നോക്കുക, exams.nta.ac.in/CUET UG. ഓക്കെ, ഇതാണ് സൈറ്റ്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഈ വീഡിയോയുടെ ഒപ്പം തന്നെ അതിൻ്റെ ലിങ്ക് കൂടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചും കയറാം. ഇനി ആപ്ലിക്കേഷൻ ഫീ ശ്രദ്ധിക്കുക. 3 സബ്ജക്റ്റ് വരെ ഒറ്റ ഫീ ആണ്. അതിനുശേഷം നിങ്ങൾ എടുക്കുന്ന ഓരോ സബ്ജക്റ്റിനും ഫീ കൂടുതൽ അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ ജനറൽ കാറ്റഗറി, അതായത് അൺറിസർവ്ഡ് കാറ്റഗറി അല്ല, 1000 രൂപയാണ് 3 സബ്ജക്റ്റ് വരെ. ആദ്യത്തെ 3 സബ്ജക്റ്റ് വരെ 1000. അതിനുശേഷം നിങ്ങൾ എടുക്കുന്ന ഓരോ സബ്ജക്റ്റിനും 400 രൂപ വീതം കെട്ടണം. ഒരു സബ്ജക്റ്റിന് 400, അടുത്തതിന് വീണ്ടും 400, അങ്ങനെ ചെയ്യേണ്ടി വരും. എന്നാൽ OBC കാറ്റഗറിയിലെ NCL ഉള്ളവർ, OBC NCL അതേപോലെ EWS കാൻഡിഡേറ്റും ഒക്കെ 900 രൂപ അടച്ചാൽ മതി. 3 സബ്ജക്റ്റിന് ഓരോ സബ്ജക്റ്റിനും 375 വീതം. SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, തേർഡ് ജെൻഡർ കാറ്റഗറി ഒക്കെ 800 രൂപയാണ് 3 സബ്ജക്റ്റിന്. ഓരോ സബ്ജക്റ്റിന് അഡീഷണലി 350 വേറെയും. ഇനി ഇന്ത്യയുടെ പുറത്താണ് നിങ്ങൾ സെൻറ്റർ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ 3 സബ്ജക്റ്റിനും ചേർത്ത് 4500 രൂപ അടയ്ക്കണം. പിന്നീട് സെലക്ട് ചെയ്യുന്ന ഓരോ സബ്ജക്റ്റിനും 1800 വീതം. അപ്പോൾ ആദ്യത്തെ 3 സബ്ജക്റ്റിന് ഒരു ഫീ ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ 4ാമത്തേത് എടുത്താൽ 400 അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ 375 അടയ്ക്കേണ്ടി വരും, ഇൻഡിപെൻഡന്റ്. 5ാമത്തെ എടുത്താൽ വീണ്ടും അതേ എമൗണ്ട് അടയ്ക്കേണ്ടി വരും. ഓരോ സബ്ജക്റ്റിന് വീതമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി എക്സാമിന്റെ മോഡ് നോക്കുക, ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുമുണ്ട്, പെൻ ആൻഡ് പേപ്പറും ഉണ്ട്. ഇതിന് ഡീറ്റെയിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഒക്കെ വെച്ചിട്ടാണ് തീരുമാനിക്കുക. അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റിന്റെ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടേ അവർ തീരുമാനിക്കൂ പെൻ ആൻഡ് പേപ്പർ തന്നെയാണോ CBT തന്നെയാണോ രണ്ടും കൂടി ഉണ്ടോ എന്നുള്ളതൊക്കെ പിന്നീട് ഫർദർ തീരുമാനം വരികയുള്ളൂ. ഇപ്പം നമ്മളെ അതിന് ബാധിക്കില്ല. ഇപ്പം ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന എക്സാമിന്റെ കാര്യങ്ങൾ, അതിൽ എക്സാമിന്റെ പാറ്റേൺ ആയിക്കോട്ടെ, എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എക്സാമിന്റെ മാർക്കിന്റെ സ്കീം ആയിക്കോട്ടെ, ഇതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം അതിന് നമുക്ക് ഒരുപാട് സമയമുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം എക്സാമിന് മുമ്പ് മെയ് വരെ നമുക്ക് സമയമുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ പാരലി നടക്കട്ടെ. എക്സാമിന് ഡീറ്റെയിൽ, എത്ര ക്വസ്റ്റൻ ഉണ്ടാവും, എത്ര മാർക്കിനാണ്, ഈ ഡീറ്റെയിൽ നമുക്ക് പിന്നീടാക്കാം. ഇതിപ്പോൾ രജിസ്ട്രേഷൻ മാത്രം. ഓക്കെ, അപ്പോൾ പെൻ ആൻഡ് ഹൈബ്രിഡ് ആണ് നിലവിൽ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റും വരട്ടെ. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, അതായത് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും എക്സാം. അത് തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയം നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രവുമായിട്ടും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബൈലിംഗ്വൽ ക്വസ്റ്റ്യൻസും ചൂസ് ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം മതിയെങ്കിൽ ഇന്ത്യയിൽ എവിടെയും എക്സാം എഴുതാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുമൊക്കെ എഴുതാം. നിങ്ങൾ നേരെ തിരിച്ച് മലയാളം ചൂസ് ചെയ്താൽ, ബൈലിംഗ്വൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മലയാളം ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും ഉണ്ടാവും മലയാളവും ഉണ്ടാവും. പക്ഷെ സെന്റർ കേരളത്തിലോ ലക്ഷദ്വീപിലോ മാത്രമായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ തമിഴ്നാട് സെന്റർ വയ്ക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പ്രസന്റ് അഡ്രസ്സോ പെർമനന്റ് അഡ്രസ്സോ അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യുന്നവർക്ക് മലയാളം കിട്ടില്ല. അപ്പോൾ ബൈലിംഗ്വൽ ക്വസ്റ്റ്യൻ എടുത്താൽ, അല്ലെങ്കിൽ ഒരുപാട് ലോക്കൽ ലാംഗ്വേജുകളിൽ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മലയാളം ലാംഗ്വേജ് പ്രിഫർ ചെയ്താൽ, ഇംഗ്ലീഷും മലയാളവും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലോ ലക്ഷദ്വീപിലോ മാത്രമേ സെന്റർ കിട്ടൂ. ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെയും സെന്റർ കിട്ടും. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒരു കുട്ടിക്ക് മാക്സിമം എഴുതാവുന്നത് 6 സബ്ജക്റ്റാണ്. ആദ്യത്തെ 3 സബ്ജക്റ്റിന് ഒരു ഫീസ്, അത് കഴിഞ്ഞ് ഓരോന്നിനുമുള്ള അഡീഷണൽ ഫീസ് പറഞ്ഞു. ഒരു കുട്ടിക്ക് എത്ര സബ്ജക്റ്റ് എഴുതാമെന്ന് ചോദിച്ചാൽ 6 സബ്ജക്റ്റ് എഴുതാം. മാക്സിമം 6 സബ്ജക്റ്റ്. അത് പ്രിഫറബിളി എങ്ങനെയായിരിക്കണം? ഒരു ജനറൽ ടെസ്റ്റ്. ഈ ജനറൽ ടെസ്റ്റിന്റെ പ്രശ്നം ചില യൂണിവേഴ്സിറ്റികളിൽ
അതായത് ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇതിൽ നിന്ന് കോഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു റാങ്ക് ലിസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിന് സ്കോർ കാർഡാണ് ഉണ്ടാവുക. ആ സ്കോർ കാർഡ് വെച്ചിട്ട് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും പിന്നീട് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യാത്ത യൂണിവേഴ്സിറ്റിക്കും പിന്നീട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ CUET ക്വാളിഫൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വെച്ചു എന്ന് വിചാരിക്കുക, പിന്നീട് നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ പോകണമെന്ന് തോന്നി, അപ്പോൾ അതൊക്കെ പിന്നീട് അപ്ലൈ ചെയ്യാം. അത് ഓരോ യൂണിവേഴ്സിറ്റിയിലും, അതായത് CUET കഴിഞ്ഞതിന് ശേഷം ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടെ നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ നിങ്ങൾ അതത് യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക വിത്ത് ഈ CUETയുടെ സ്കോർ കാർഡ് കൊണ്ട്. അതായത് CUET ഒരു എൻട്രൻസ് നടത്തി വെക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ എന്തിനാണ് CUET എന്ന് കൂടി ഓർമ്മിപ്പിക്കാം. CUET നിങ്ങൾക്ക് ഒരു എക്സാം നടത്തി വെക്കുന്നു. നിങ്ങൾ ആ എക്സാം എഴുതി ഓരോ സബ്ജക്റ്റിനും ഓരോ പെർസെൻറ്റേജ് സ്കോറും ഒക്കെ വാങ്ങി നിങ്ങൾക്കൊരു സ്കോർ കാർഡായി. അപ്പോൾ നിങ്ങൾ ഫിസിക്സ് എഴുതിയിട്ടുണ്ട്, കെമിസ്ട്രി എഴുതിയിട്ടുണ്ട്, ബയോളജി എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, ജനറൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഒരു കോഴ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ഫിസിക്സിന് അപ്ലൈ ചെയ്തു. അവർ പറയുന്ന ക്വാളിഫിക്കേഷനിൽ ഫിസിക്സ് CUET എഴുതിയിട്ടുണ്ടാവണം, ജനറൽ ടെസ്റ്റും എഴുതിയിട്ടുണ്ടാവണം എന്നാവശ്യപ്പെട്ടാൽ ജനറൽ ടെസ്റ്റ് എഴുതിയാലല്ലേ നിങ്ങൾക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ ജനറൽ ടെസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത് എഴുതിയാൽ സേഫാണ്. ഇനി അപ്പോൾ നിങ്ങൾ അവിടെ ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ജനറൽ ടെസ്റ്റിന്റെ മാർക്കും നിങ്ങളുടെ ഫിസിക്സിന്റെ മാർക്കും മാത്രമാണ് നിങ്ങൾക്ക് ഫിസിക്സിന് അഡ്മിഷൻ തരാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് രണ്ടും മാത്രം നിങ്ങൾ അവിടെ കൊടുത്താൽ മതി. മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് ഫിസിക്സിന് ഇതൊന്നും വേണ്ട, ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാത്സിന്റെയും മാർക്കാണ് വേണ്ടതെങ്കിൽ അവിടെ അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ചോദിക്കുന്ന മാർക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ അതിന് വേണ്ട എല്ലാ എക്സാമും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ചോദിക്കും, എനിക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് കോഴ്സ് വേണ്ടത്, അവിടെ ഏതാണ്? അപ്പോൾ അത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി നോക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് BSc കെമിസ്ട്രിയാണ് ആവശ്യം, ഈ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ എന്താണ്, ആ യൂണിവേഴ്സിറ്റിയിൽ BSc കെമിസ്ട്രിക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് നോക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ CUETയിൽ ജനറൽ ടെസ്റ്റ് പാസ്സായിട്ടുണ്ടാവണം. അപ്പോൾ അത് ജനറൽ ടെസ്റ്റ് എഴുതിയേ പറ്റൂ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പം നിലവിലൊരു പ്ലാനും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നിലവിലൊരു പ്ലാനും ഇല്ല, നമുക്ക് ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലുമൊക്കെ കോഴ്സ് കിട്ടിയാൽ മതിയെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ഒക്കെ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് ഉണ്ടാവും, ഇംഗ്ലീഷ് എഴുതുക. ജനറൽ ടെസ്റ്റ് എന്തായാലും എഴുതി വയ്ക്കുക, സേഫ് അതാണ്. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുതുക, 6 സബ്ജക്റ്റായി. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിരിക്കുന്നതേ എഴുതാവൂ. അതിന്റെ റീസൺ ഹയർ സെക്കൻഡറിയുടെ സിലബസിനനുസരിച്ചാണ് എക്സാം നടക്കുക. വെറുതെ നിങ്ങൾ എഴുതി നിങ്ങളുടെ പെർസെൻറ്റേജ് സ്കോർ കളയണ്ട. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ്, അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി അല്ലെങ്കിൽ മലയാളം പഠിച്ചു. അപ്പോൾ അതിൽ നിങ്ങൾ ലാംഗ്വേജ് ഒക്കെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് MA മലയാളം പോകാനാണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് മലയാളം കോഴ്സിനോ അല്ലെങ്കിൽ BA മലയാളത്തിനോ പോകാനാണ്, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം ലാംഗ്വേജ് എഴുതേണ്ടതുള്ളൂ. അതല്ലാതെ ഒരു സയൻസ് സ്ട്രീമിലേക്കോ മറ്റോ പോകാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു BPharm പോലുള്ള കോഴ്സിന് പോകാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചില സ്ഥലങ്ങളിൽ BPharm ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ്, ഇനി കമ്പ്യൂട്ടർ മാത്സ് പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിന് പകരം നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിരിക്കുന്ന ആ 4 ഡൊമൈൻ സബ്ജക്ട് പ്ലസ് ലാംഗ്വേജ് പ്ലസ് ജനറൽ ടെസ്റ്റ്, അതായിരിക്കും ഏറ്റവും സേഫ്. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ട്, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പ്ലാൻ ഉള്ളൂ, ഇന്ന കോഴ്സിന് എനിക്ക് പ്ലാൻ ഉള്ളൂ. അപ്പോൾ നേരെ ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറുക, ആ യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി എന്താണെന്ന്, ആ കോഴ്സിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കുക. അത് മാത്രം എഴുതിയാലും മതി. ഞാൻ പറഞ്ഞത് വൈഡായി പറഞ്ഞതാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സേഫ് അതാണ്. ഓക്കെ, 4-5 ഡൊമൈൻ സബ്ജക്ട്, ഈ 6 മാക്സിമം എഴുതാൻ പറ്റൂ. അപ്പോൾ 4-5 ഡൊമൈൻ എഴുതുക, 1-2 ലാംഗ്വേജ് എഴുതുക, ജനറൽ ടെസ്റ്റ്. ഇതാണ് പ്രിഫറബിൾ ആയി അവർ പറയുന്നത്. ഓക്കെ, ഇനി എല്ലാ സബ്ജക്റ്റിലും ഇതിൽ ഏത് സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്താലും എക്സാമിന് 10 ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ 50 ക്വസ്റ്റ്യൻ ഉള്ള എക്സാമിന് നിങ്ങൾ 40 എഴുതിയാൽ മതി, 10 ചോയ്സ് ആണ്. അതേപോലെ 60 ക്വസ്റ്റ്യൻ ഉള്ള പേപ്പറുകളുണ്ട്, അതിൽ 50 എഴുതിയാൽ മതി. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ എക്സാമിന് മുമ്പ് വീണ്ടും ഓർമ്മിപ്പിക്കും. ഓക്കെ, സിലബസ് ഏതാണെന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറി സിലബസ് തന്നെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു +2 സിലബസിനനുസരിച്ച് നിങ്ങൾ +2ൽ പഠിച്ചിരിക്കുന്നത് മാത്രം ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. റൈറ്റ്. ഇനി എലിജിബിലിറ്റി നോക്കുക. നോ അപ്പർ ഏജ് ലിമിറ്റ്. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. അതായത് +2 അപ്പിയർ ചെയ്യാൻ പോകുന്ന കുട്ടിക്കോ, +2 എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്ന കുട്ടിക്കോ, +2 പാസ്സായ കുട്ടിക്കോ അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് ഇല്ല. ഓക്കെ, ഇനി എക്സാം ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിറ്റീസ് ചൂസ് ചെയ്യാൻ മാക്സിമം 4 സിറ്റീസ് ചൂസ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയായിരിക്കണം? നിങ്ങളുടെ അഡ്രസ്സ് ഒന്നുകിൽ നിങ്ങൾക്ക് പ്രസന്റ് അഡ്രസ്സോ അല്ലെങ്കിൽ പെർമനന്റ് അഡ്രസ്സോ ഉള്ള സ്ഥലത്തെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സോ പെർമനന്റ് അഡ്രസ്സോ ഉള്ള സ്ഥലത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിൽ തരാൻ അവർ പരമാവധി ശ്രമിക്കും. ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ബൈ ചാൻസ് അതിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ വെളിയിലുള്ള സെന്ററുകൾ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമ്മളതിൻ്റെ ബാക്കി രജിസ്ട്രേഷൻ പ്രൊസീജിയറിലേക്ക് പോകുന്നു. അതായത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ കൂടി പറയാം. ഇനി രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി
കുട്ടികളെല്ലാം തന്നെ നീറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടും JEE അപ്ലൈ ചെയ്തുകൊണ്ടും ഏകദേശ ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് മാത്രമേ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. അതായത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ exams.nta.ac.in/CUET-UG എന്നുള്ള സൈറ്റിൽ കയറുക. അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ന്യൂ രജിസ്ട്രേഷൻ എന്നും ഒരു ഓപ്ഷൻ ഉണ്ട്, ലോഗിൻ എന്നും ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ആണ്. വൺസ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പർ കിട്ടിയാലാണ് ലോഗിൻ. ഈ 2 ഓപ്ഷനിൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു പേജ് കാണിക്കുമ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വായിച്ച് ക്ലിക്ക് ടു പ്രൊസീഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ID ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഡിജി ലോക്കർ ഉപയോഗിച്ചോ, പാസ്പോർട്ട് ഉപയോഗിച്ചോ, പാൻ ഉപയോഗിച്ചോ ഒക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ അങ്ങനെ നിങ്ങൾ ആ ഡീറ്റെയിൽ കൊടുത്തു കഴിയുമ്പോൾ ക്ലിക്ക് ടു പ്രൊസീഡ് എന്നുണ്ടാവും. അതിലൊന്ന് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ അതിലൊന്ന് ചൂസ് ചെയ്തു, ക്ലിക്ക് ടു പ്രൊസീഡ് കൊടുത്തു, അടുത്തതിലേക്ക് വന്നു. അപ്പോൾ ബേസിക് ഡീറ്റെയിൽസിൻ്റെ ഒരു സെഷനാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് അനുസരിച്ച് 10th സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ തന്നെ കാര്യങ്ങൾ നിങ്ങളുടെ പേരും പേരൻറ്റിൻ്റെ പേരും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത സ്ക്രീനിൽ പ്രസൻറ്റ് അഡ്രസ്സ് ഉണ്ടാവും, പെർമനൻറ്റ് അഡ്രസ്സ് ഉണ്ടാവും, അതേപോലെ നിങ്ങളുടെ ഇമെയിൽ, വാലിഡ് മൊബൈൽ നമ്പർ. ഈ ഇമെയിലും മൊബൈൽ നമ്പറും ഒക്കെ വാലിഡ് ആയിരിക്കണം. ഇതിലേക്കാണ് അപ്ഡേറ്റുകളൊക്കെ വരിക. അപ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു, 10th സർട്ടിഫിക്കറ്റ് പ്രകാരം പ്രസൻറ്റ് അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ്, ഇമെയിൽ, മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങൾക്കൊരു പാസ്വേഡ്, നിങ്ങളായിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതിൽ അപ്പർ ലെറ്ററും അതായത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ വേണം, ഒരു ക്യാരക്ടർ ഉണ്ടാവണം, അങ്ങനെ കുറേ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഒരു സെക്യൂരിറ്റി പിൻ ചൂസ് ചെയ്യുക. ഒരു ചോദ്യം ഉണ്ടാവും, അതിനൊരു ആൻസർ. അങ്ങനെ അതായത് നിങ്ങൾക്ക് ഇത് വീണ്ടും റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ആ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ കാണിക്കും. അതായത് ഇതുവരെ ചെയ്ത എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് ഡിസ്പ്ലേ ഉണ്ടാവും. ആ പ്രിവ്യൂ നോക്കി തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ക്ലിക്ക് ചെയ്യുക, പോയി കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഈ സ്റ്റെപ്പിൽ വരിക. അതൊക്കെ പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നമില്ലെങ്കിൽ എന്ത് ചെയ്യുക, സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP കൊടുക്കുക. 2 ഓപ്ഷനാണ് അവിടെ ഉള്ളത്, എഡിറ്റും സബ്മിറ്റും. അപ്പോൾ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു OTP വരും. നീറ്റ് ചെയ്തപ്പോഴും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇമെയിലിൽ വന്ന OTP ഉപയോഗിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ OTP വന്നു, നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ രജിസ്ട്രേഷൻ 1ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ആ ഇമെയിലിൽ വന്ന OTP വെച്ചിട്ട് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇമെയിലിൽ സംഭവം വന്നു, രജിസ്ട്രേഷൻ കംപ്ലീറ്റ്. അതായത് ഇമെയിലിൽ വരുന്ന OTP അല്ല, ഇമെയിലിൽ അപ്ലിക്കേഷൻ നമ്പറാണ് വരിക. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്തായി, ഇമെയിലിൽ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പർ വന്നു. അപ്പോൾ ഇനി അടുത്തത് വീണ്ടും നിങ്ങൾക്ക് പഴയ സ്ക്രീനിൽ വന്നു. അവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷനുണ്ട്, ലോഗിനും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുക. കാരണം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്ലിക്കേഷൻ നമ്പർ നമുക്കുണ്ട്, പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇമെയിലിൽ വന്ന ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും, അതായത് മുമ്പ് സെറ്റ് ചെയ്ത പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോമും പാസ്വേഡും. അപ്പോൾ ഇതിൽ ഈ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽ കൊടുക്കണം, പേഴ്സണൽ ഡീറ്റെയിൽ, അതർ കോട്ടാസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ, യൂണിവേഴ്സിറ്റി പ്രോഗ്രാം, ടെസ്റ്റ് സബ്ജക്റ്റ്, എക്സാം സെൻറ്റർ, ഡോക്യുമെൻ്റ് അപ്ലോഡിങ്, ഫൈനൽ സബ്മിറ്റ്, പേയ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യണമെന്നില്ല. ഒന്നാമത്തേത് കോൺടാക്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് ലോഗൗട്ട് ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നാൽ അടുത്തതിൽ നിന്ന് നിങ്ങൾ എവിടെ നോക്കിയോ അതിൻ്റെ ബാക്കിയാണ്. കോൺടാക്ട് ഡീറ്റെയിൽ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ, അതായത് ഓരോ സ്റ്റെപ്പ്, ഇതിലൊക്കെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ഐ എഗ്രി എന്നൊരു ബട്ടൺ ഉണ്ടാവും. ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത്, ഇപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഐ എഗ്രി, നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് ആണ്. ആ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രീൻ കളറിൽ കാണിക്കും. അപ്പോൾ അടുത്തത് പേഴ്സണൽ ഡീറ്റെയിലേക്കാണ് പോവുക. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം വന്ന് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണ്, ഇത് ചെയ്താൽ മതി. അല്ലാതെ ആദ്യം തൊട്ടേ എല്ലാ പ്രാവശ്യവും ചെയ്യേണ്ട. വൺസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് തന്നെ. അപ്പോൾ പലപ്പോഴായി വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ ഈ കോൺടാക്ട് ഡീറ്റെയിലോ പേഴ്സണൽ ഡീറ്റെയിലോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. സംശയം ഉണ്ടാവുന്ന പോർഷൻ മാത്രം പറയാം, സമയം ദീർഘിപ്പിക്കുന്നില്ല. ഈ അതർ കോട്ടയില്ലേ, അതിൽ വേണമെങ്കിൽ NCC കോട്ടയുണ്ട്. അത് ചില യൂണിവേഴ്സിറ്റികൾ അത് കൊടുക്കുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റിയുടെ സർവീസ് കോട്ട, അത് എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ സർവീസ് ഡിഫൻസ്, അവർക്ക് കോട്ടയുണ്ട്. ചിലയിടത്ത് സ്പോർട്സ് കോട്ടയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ അതിൽ BPL അങ്ങനെയുള്ളവരൊക്കെ ആ കോട്ട നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനുള്ള ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അതർ കോട്ട ചൂസ് ചെയ്യുന്നതിൽ ഇപ്പോൾ BPL പോലുള്ള കാറ്റഗറി എന്ത് ചെയ്യണം, അതേപോലെ എക്സ് സർവീസുകാരൊക്കെ എന്ത് ചെയ്യണം, അവരുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. അതായത് എക്സ് സർവീസ് ആണ് അല്ലെങ്കിൽ BPL ആണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആണ്, അതിലൊന്നും ഡൗട്ടില്ല. പിന്നെ യൂണിവേഴ്സിറ്റി ആൻഡ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. അതായത് നിങ്ങളൊരു യൂണിവേഴ്സിറ്റി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു.
ചൂസ് ചെയ്തപ്പോൾ അതിൽ ഏത് കോഴ്സാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം എനിക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത്, അവിടെ ഈ കോഴ്സാണ് വേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്ക് വ്യൂ ഡീറ്റെയിൽ കാണിക്കും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ കോഴ്സിന് ഏതൊക്കെയാണ് എലിജിബിലിറ്റി എന്ന് കാണിക്കും. ഇത് നിങ്ങൾക്ക് 1-2 യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ധാരണ ഉണ്ടെങ്കിൽ ചെയ്യാം. കാരണം ഇത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ സമയം പോലെ ഇരുന്ന് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഡീറ്റെയിൽ നോക്കുക, എന്തൊക്കെയാണ് അവിടെ വേണ്ട, ആ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സിന് ഏതൊക്കെയാണ് എലിജിബിലിറ്റി എന്ന് വീട്ടിലിരുന്ന് സമയം പോലെ നോക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പണി ചെയ്യുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ജനറൽ പേപ്പർ, ഇത്രയും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ഞാൻ ആദ്യത്തെ സ്ക്രീനിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി ടെസ്റ്റ് സബ്ജക്റ്റ്, അതായത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എക്സാം സെന്റർ നിങ്ങൾക്ക് 4 എണ്ണം കൊടുക്കാം. അതിൽ CBTയുടെ OMR ഓപ്ഷൻ സെപ്പറേറ്റ് ചോദിക്കും, അത് കൊടുക്കാം. ഇനി ഡോക്യുമെന്റ് അപ്ലോഡ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ റിസർവേഷൻ ഈ എവിടെയും കോട്ട ഡീറ്റെയിൽ പറഞ്ഞിരുന്നെങ്കിൽ ആ പറഞ്ഞ കോട്ടയുടെ ഡീറ്റെയിൽ ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ BPL ആണോ അല്ലെങ്കിൽ എക്സ് സർവീസ് ആണോ, അപ്പോൾ അതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അത് 50 to 300 KB ഉള്ളിൽ നിൽക്കണം, PDF ആയിരിക്കണം. റൈറ്റ്. ഇനി അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ് എന്താണ്? പാസ്പോർട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ, ബെറ്റർ കളറാണ്. നിങ്ങൾ നീറ്റ് ഉപയോഗിച്ചതിന് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം വരും, അതിൽ പേരും ഡേറ്റും വേണോ എന്നൊരു നിർബന്ധമില്ല. വെച്ചാലും കുഴപ്പമില്ല, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പാസ്പോർട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അത് 10 to 200 KB ആയിരിക്കണം, JPEG ഫോർമാറ്റിലായിരിക്കണം. അതേപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ നീറ്റിന് കൊടുത്താൽ അതേ സിഗ്നേച്ചർ കൊടുക്കാം. 4 to 30, 4 തുടങ്ങി 30 KB ഉള്ളിൽ നിൽക്കണം, JPEG ആയിരിക്കണം. നീറ്റിന് കൊടുത്ത പോലെ പോസ്റ്റ് കാർഡ് വേണ്ട. അതേപോലെ ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ എന്തൊക്കെ വേണം. അതുപോലെ തമ്പ് ഇംപ്രഷൻ അതും വേണ്ട. ഇവിടെ പാസ്പോർട്ട് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം മതി. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർക്ക് ആ ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ NCL ആണ് ഡോക്യുമെന്റ് കൊടുക്കണമെന്ന് വെച്ചാൽ വേണ്ട, നമ്മൾ ഓൾറെഡി NCL എന്ന് ക്ലിക്ക് ചെയ്തിട്ടാണല്ലോ വരുന്നത്, ആ പ്രശ്നമില്ല. സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രം, ഇപ്പോൾ OBC NCL ആണ് അല്ലെങ്കിൽ SC ആണ് ST ആണ്, ഇതിനൊന്നും ഡോക്യുമെന്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതായത് BPL കാറ്റഗറികളാണെങ്കിൽ, ഇപ്പോൾ EWS ആണെങ്കിൽ പോലും EWS നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് BPL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ആ BPL അതായത് NCLകാർ പ്രത്യേകിച്ച് NCL ചെയ്യേണ്ട SC ST കമ്മ്യൂണിറ്റികളൊന്നും അത് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ് മാത്രം കൊടുത്താൽ മതി. ആ പേജിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കാണുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. റൈറ്റ്. അപ്പോൾ ഡോക്യുമെന്റ് അപ്ലോഡ് പറഞ്ഞു. ഇനി ഇത് ഫൈനൽ സബ്മിറ്റ് ആണ്. അപ്പോൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രിവ്യൂ കാണാം. ആ പ്രിവ്യൂ ഒന്ന് വായിച്ചു നോക്കുക. അവിടെയൊക്കെ ചെക്ക് ബോക്സ് ഉണ്ട്, അതായത് നിങ്ങളുടെ ഓരോ സാധനവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ടിക്ക് ചെയ്ത് വരണം. ഓക്കെ, ആ ചെക്ക് ബോക്സ് കംപ്ലീറ്റ് ചെയ്തു, പ്രിവ്യൂ നോക്കി. ഒരു മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്, അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്തു. OTP വന്നു. ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തായി? നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഇത്രയും സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയാലേ നിങ്ങൾക്ക് ഈ പ്രിവ്യൂ കാണാൻ പറ്റൂ. അപ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും വിട്ടുപോയൊന്നും പേടിക്കണ്ട, വിട്ടുപോയിട്ടില്ല. വിട്ടുപോയിരുന്നെങ്കിലും ഈ സ്റ്റെപ്പ് വരെ എത്തില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ പേയ്മെന്റ് ഓപ്ഷൻ കൊടുത്തു. നിങ്ങൾക്ക് പേയ്മെന്റ് ഓൺലൈനായിട്ട് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ആ പേയ്മെന്റ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ സ്ലിപ്പ് കിട്ടും. ഈ ഫൈനൽ കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ സേവ് ചെയ്യുക, പറ്റിയാൽ അതിൻ്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. പിന്നീട് അങ്ങോട്ട് നമുക്ക് ആകെ നമ്മൾ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഒരു ഡോക്യുമെന്റ് ഇത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒരു കോപ്പിയും എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് I agree അതുപോലെ നെക്സ്റ്റ് കൊടുത്ത് പോവാം. ദെൻ ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് പതിയെ പലപ്പോഴായും തീർക്കാം. ഇതെല്ലാം ഒറ്റയടിക്ക് തീർക്കണമെന്നില്ല. ഈ ഫസ്റ്റ് ഡീറ്റെയിൽ, അതായത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ സിംഗിൾ സ്ട്രെച്ചിൽ ചെയ്യുക. അപ്ലിക്കേഷൻ നമ്പർ ഇമെയിലിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് 1 by 1 ഇങ്ങനെ ചെയ്തു പോവാം. അല്ലാതെ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല. എവിടെ വെച്ച് നിർത്തിയോ അടുത്ത ദിവസം അതിൻ്റെ ബാക്കി ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ കുറച്ചേറെ സമയം എടുത്തു, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ പറയാൻ വേണ്ടി ഇത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, കാരണം നീറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽ കമ്മ്യൂണിറ്റി വഴി എത്തിക്കാം. അതേപോലെ ഞാൻ CUETയുടെ ലിങ്കും കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.